ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫയർബോൾട്ടിൻ്റെ ഫീനിക്സ് പ്രോ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് അൺബോക്സ് ചെയ്യാൻ പോവുകയാണെന്ന്, പക്ഷേ അങ്ങനെയല്ല. ഓൾറെഡി ഈ ഒരു സാധനം ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അതിന് മുമ്പ് ഇതുപോലത്തെ ടെക് വീഡിയോസിൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. പിന്നെ സൈഡത്തെ ബെല്ലൈക്കനൊക്കെ പ്രസ് ചെയ്ത് ഓളൊക്കെ ഇടുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബോക്സിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം. എൻ്റെ ഓൾറെഡി ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഷോർട്സിൽ വേണമെങ്കിൽ കയറി കണ്ടുപോകുക. അപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പെട്ടിയാണ് വരുന്നത്. ഇത് നമ്മൾ തുറക്കുമ്പോൾ ഇവിടെ യൂസർ മാനുവലാണ് ആദ്യം വരുന്നത്. പിന്നെ കുറച്ച് കാർഡ്സാണ്. രജിസ്റ്റർ ഫോർ വാറൻറ്റി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൺഗ്രാജുലേഷൻ, യു ഹാവ് വോൺ എക്സ്ക്ലൂസീവ് ബോട്ട് പ്ലേ ആപ്പ് മെമ്പർഷിപ്പ്, യു വോൺ എ ഫ്രീ മൂവി ടിക്കറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കാർഡ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനം ഒരു കാർഡ് ഇരിപ്പുണ്ട്. അത് ആവശ്യമുള്ളൊരു കാർഡാണ് വേണമെങ്കിൽ പറയാം. വാർണിംഗ് ആണ്, അതായത് ഫാസ്റ്റ് ചാർജേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സാധനം ചാർജ് ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാർണിംഗ് തന്നിരിക്കുന്ന സാധനമാണ്. ഡു നോട്ട് യൂസ് ഫാസ്റ്റ് ചാർജിങ് അഡാപ്റ്റർ ടു ചാർജ് യുവർ സ്മാർട്ട് വാച്ച്. യൂസ് 3.7 വോൾട്ട് ടു 5 വോൾട്ട് ബേസിക് അഡാപ്റ്റർ. പിന്നെ എൻ്റെ ബാക്കിലായിട്ട് ചാർജ് ദ വാച്ച് ഫോർ 60 മിനിറ്റ്സ് ബിഫോർ യൂസ് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാർഡ്സിലൊക്കെ ഉള്ളത്. പിന്നെ നമ്മുടെ ചാർജറും കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒരു കേബിൾ, നമ്മുടെ USB to ഇങ്ങനത്തെ ഒരു സാധനം ഇതാണ് വരുന്നത്. ഓക്കെ, സോ അത്രയൊക്കെയാണ് ബോക്സിനകത്തുള്ളത്. എല്ലാം കൂടെ ഒക്കെ തിരിച്ച് കയറ്റി വയ്ക്കിട്ട് ഈ ഒരു സാധനം തിരിച്ച് വയ്ക്കും. അപ്പോൾ ഇതൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ വാച്ചും കൂടെ ബോക്സിനകത്ത് വരുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ വാച്ച്. ഇങ്ങനെ ഒരു സിമ്പിൾ ഡിസൈനാണ് വരുന്നത്. ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ കർവ് ചെയ്തിട്ടുള്ള നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. താഴെ സെൻസേഴ്സാണ്. ഇതൊരു മെറ്റൽ ബോഡിയാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു ബട്ടണാണ് വരുന്നത്. ഈ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കാനും ഓഫ് ആക്കാനും വേണ്ടി മാത്രമാണ്. ഫങ്ഷണൽ ക്രോൺ ആയിട്ടുള്ള ബട്ടണൊന്നുമില്ല, അതുകൊണ്ട് പിടിച്ച് കറങ്ങി കഴിഞ്ഞാൽ വർക്ക് ആവുകയൊന്നുമില്ല. പിന്നെ ഒരു സിലിക്കൺ സ്ട്രാപ്പാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. പക്ഷേ ഈ കട്ടി കൂടിയ ബാൻഡൊന്നുമല്ല, ഇത്തിരി തിന്നാണ്. ആമസോണിലൊക്കെ അത്യാവശ്യം ഹയസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ കയ്യിലേക്ക് ധരിക്കുമ്പോൾ അത് ഇതുപോലെ ഇരിക്കും. കുഴപ്പമില്ലാത്തൊരു സ്ട്രാപ്പാണ് വരുന്നത്. ഇതുപോലെ ഒരു ഒതുങ്ങിയ ഡിസൈനാണ്. അപ്പോൾ നല്ലൊരു ലുക്ക് നിങ്ങളുടെ കൈക്ക് ഈ ഒരു വാച്ച് തരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഒന്നാമത്തെ സംഭവം ഇതൊരു റൗണ്ട് ഡേയിലുള്ള സ്മാർട്ട് വാച്ച്. എനിക്ക് റൗണ്ട് ഡേയിൽ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് അത്യാവശ്യം കൊള്ളാം. അപ്പോൾ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ 1.39 ഇഞ്ചസിൻ്റെ HD TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. ആമല ഡിസ്പ്ലേ ഒന്നും അല്ല. നല്ല കളേഴ്സൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു ആമല ഡിസ്പ്ലേ പോലെയൊക്കെ തോന്നും, പക്ഷേ ആമല ഡിസ്പ്ലേ അല്ല. നിങ്ങളൊരു ആമല ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിലേക്ക് മാറുമ്പോൾ ആമലഡ് അല്ല TFT ആണെന്നുള്ളത് കാണുമ്പോൾ മനസ്സിലാവും. അല്ലാത്ത പക്ഷം ഒരു ആമല ഡിസ്പ്ലേ ഒക്കെ ആയിട്ടേ തോന്നുള്ളൂ. 12 വാച്ച് ഫേസസ് ആണ് ഇത് വരുന്നത്. പിന്നെ നമുക്കൊന്ന് ഡൗൺലോഡും കൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ ടോട്ടലി 13 വാച്ച് ഫേസസ് ആണ് ഇതിൽ സപ്പോർട്ട് ആവുന്നത്. ഔട്ട്ഡോറിലൊന്നും ഒരു പ്രശ്നമല്ല, നല്ല വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. റേസ് ടു വേക്ക് ഫീച്ചറിൻ്റെ കൂടെ തന്നെ കൈതാക്കുമ്പോൾ ഡിസ്പ്ലേ ഓഫ് ആവുന്ന പരിപാടിയുണ്ട്. അതായത് സമയം നോക്കുമ്പോൾ അത് ഇതുപോലെ ഓൺ ആവും, കൈതാക്കുമ്പോൾ ഓഫ് ആവും. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനത്തെ ഒരു ഫീച്ചറും വരുന്നുണ്ട്. അപ്പോൾ ഇനി ബ്ലൂടൂത്ത് കോളിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വാച്ച് കൊടുത്തിരിക്കുന്ന ബ്ലൂടൂത്ത് കോളിംഗ് കാണിച്ചു തരാം. ഇതാണ് കോളിംഗ് ഓപ്ഷൻ. ഇവിടെ ആയിട്ട് റീസെൻറ്റ് കോൾസ്, പിന്നെ ഇവിടെ നമുക്ക് നമ്പറൊക്കെ അടിച്ച് കോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് ഫേവറേറ്റ് കോൺടാക്ട്സ് സേവ് ചെയ്തിടാൻ പറ്റും. ഇവിടെ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് വരുന്നത്. സോ അതൊക്കെയാണ് ബ്ലൂടൂത്ത് കോളിങ്ങിനെ പറ്റി പറയാനുള്ളത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയൊക്കെ കിട്ടുന്നുണ്ട്. സോ ബ്ലൂടൂത്ത് കോളിങ്ങിനും നോക്കാവുന്ന ഒരു സ്മാർട്ട് വാച്ചാണ്. ഈ ഒരു വാച്ചിൽ ഗെയിംസ് കിട്ടുന്നുണ്ട്. സോ ഇതാണ് ആ ഒരു ഗെയിം. ഇത് കളിക്കാൻ വലിയ രസമൊന്നുമില്ല, എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ നീക്കി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇങ്ങനത്തെ ഒരു ഗെയിമാണ് വരുന്നത്. പിന്നെ കാൽക്കുലേറ്റർ വരുന്നുണ്ട്. നമുക്ക് ഒന്നും എത്രയെന്ന് ചോദിച്ചു നോക്കാം. 2 വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്ററും സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഗെയിംസും കാൽക്കുലേറ്ററൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കുന്നവർക്ക് ഒരു നല്ല ചോയ്സാണ്. ഇതെന്തുവാടി സ്ലീപ്പ് 5 സെക്കൻഡ് അങ്ങനെയാണ് കിടക്കണത്. മാറ്റിയിട്ടില്ലെങ്കിൽ കിട്ടൂല. ഒരു 30 സെക്കൻഡ് കിടക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിലെ മെനു എടുക്കുന്നതിന് പല ഓപ്ഷൻസൊക്കെ ഉണ്ട്. പല സ്റ്റൈലിൽ നിങ്ങൾക്ക് മെനു ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതായത് നമ്മുടെ പഴയ ഫോൺ പോലെ കറക്കുന്ന മെനു സ്റ്റൈൽ, ലിസ്റ്റ്, നമ്മുടെ ആപ്പിൾ വാച്ച് പോലത്തെ സ്റ്റൈല്, ഇങ്ങനത്തത്. സോ ഇതുപോലെ പല ടൈപ്പ് മെനൂസാണ് ഈ ഒരു വാച്ചിൽ സപ്പോർട്ട് ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെനു ഇതുപോലെ ചൂസ് ചെയ്തെടുത്ത് ചങ്ങിടാം. പിന്നെ ഇതാ മേളിൽ നിന്ന് താഴോട്ട് നീക്കുമ്പോൾ ഇതുപോലെ നോട്ടിഫിക്കേഷനാണ് വരുന്നത്. നോട്ടിഫിക്കേഷൻ ബാറാണ്. ഇവിടെ ഫോൺ കോൾ, അത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊരു കാർഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ QR കോഡ് പോലെ ഷെയർ ചെയ്ത് വയ്ക്കുക, ഇതിൽ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ ഡാഫിറ്റ് ആപ്പിൽ കയറിയിട്ട് കാർഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അതിൽ കയറിയിട്ട് സെലക്ട് ഫോട്ടോ, അതിൽ ഫോട്ടോ സെലക്ട് ചെയ്ത് തരണം. അപ്പോൾ നമ്മൾ മറ്റേ ഈ
ഇൻസ്റ്റാഗ്രാം ഷെയർ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ കയറിയിട്ട് QR കോഡിനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഈ ഒരു സംഭവത്തെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ QR കോഡ് റെഡിയാവും. പിന്നെ താഴെ നമ്മൾ ആ പേര് എന്താണ് പേര് ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇതുപോലെ കിട്ടും. പിന്നെ ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഫേവറേറ്റ് സാധനങ്ങളാണ് ആഡ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഒരുപാടൊന്നുമില്ല, 6 സംഭവങ്ങളാണ് വരുന്നത്, ഒരുപാടൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ നമ്മൾ റീസെൻ്റ് ഉപയോഗിച്ച ആപ്സ് ഒന്നും കൂടെ നീക്കുമ്പോൾ നമ്മുടെ ഇത് എന്തോന്ന് മെനു ആണ് വരുന്നത്. പിന്നെ താഴെ നിന്ന് മേളോട്ടാക്കുമ്പോൾ നമ്മുടെ മെസ്സേജസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ മിക്ക വാച്ചസിലും കിട്ടുന്ന സ്ലീപ്പ് ട്രാക്കിംഗ്, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, SpO2, സ്ട്രെസ്സ്, വെതർ അപ്ഡേറ്റ്സ്, ആക്ടിവിറ്റി, ഇതൊക്കെയാണ് വരുന്നത്. അത് നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. ഈ ഫേവറേറ്റ്സിൽ ഇതൊക്കെ ആഡ് ചെയ്തിടാൻ പറ്റും, ഈ 6 ഐറ്റംസ് അതൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് നോക്കുന്നതാണ് ഈ ഒരു ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഒക്കെ ഈ ഒരു ടേബിളിലേക്ക് വയ്ക്കുമ്പോൾ വർക്കാവോ ഇല്ല എന്നുള്ളത്. നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ടേബിളിൻ്റെ ഹാർട്ട് റേറ്റാണ് ഇപ്പോൾ മെഷർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ മെഷറിങ്ങിലാണ്. ആദ്യം വാച്ച് കൈ കെട്ടടേ എന്നാണ് വാച്ച് പറയുന്നത്. സോ ടേബിളിൽ ടെസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല, വർക്കിംഗ് ആണ്. IP67 വരുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഫയർ ബോൾട്ട് കൊടുത്തിരിക്കുന്നത് നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള UI ആണ്, നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അത് ഓൾറെഡി ഫയർ ബോൾട്ടിൻ്റെ മിക്ക വാച്ചുകളിലും അങ്ങനെയാണ്, നല്ലൊരു സ്മൂത്ത് UI ആണ് വരുന്നത്. ഇനി പ്രധാനപ്പെട്ട സംഭവമായ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ ബാറ്ററിയിലേക്ക് വരുമ്പോൾ 6 to 7 days വരെയുള്ള നോർമൽ ബാറ്ററി ബാക്കപ്പാണ് ഇവർ പറയുന്നത്. ഞാൻ ഇത് ഒരു ദിവസം ഈ ഒരു വാച്ചിൻ്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കി. നോർമൽ യൂസാണ് ചെയ്തത്. അതായത് ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഈ ഒരു വാച്ച് 100 എടുത്തതാണ്. ബ്ലൂടൂത്ത് കോളിംഗ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് സമയം നോക്കാനും. പിന്നെ ഒരു ഗെയിമും കളിച്ച് കാൽക്കുലേറ്ററിൽ ഒന്നും എത്രയെന്ന് അടിച്ചു നോക്കി. അത്രയൊക്കെ തന്നെ ചെയ്തത്. സമയം ഇപ്പോൾ രാത്രി 10:29. ബാറ്ററിയുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 81%. സോ അതാണ് ഇതിൻ്റെ ഒരു നോർമൽ ബാറ്ററി ബാക്കപ്പ് എനിക്ക് കിട്ടിയത്. പിന്നെ നിങ്ങൾ ബ്ലൂടൂത്ത് കോളിംഗ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 2 ദിവസം വരെയുള്ള ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു വാച്ച് ഉപയോഗിച്ചതിന് ശേഷമുള്ള യൂസ്ഡ് റിവ്യൂ ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കിട്ടാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സോ ഫൈനലി ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. 1500 റുപ്പീസാണ്. അതായത് ഒരു നല്ല ലുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് കിട്ടുന്നുണ്ട്. പിന്നെ സിലിക്കൺ സ്ട്രാപ്പ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. പക്ഷേ AMOLED ഡിസ്പ്ലേ അല്ല കിട്ടുന്നത്. പിന്നെ ക്രൗണൊന്നും വർക്കിംഗ് അല്ല, ഇത് ജസ്റ്റ് ഒരു ബട്ടണാണ്, വർക്കിംഗ് ക്രൗണൊന്നുമല്ല. അതൊക്കെയാണ് ഇതിൽ വന്ന ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് പറയാൻ തോന്നിയത്. പിന്നെ ബാറ്ററി ലൈഫ് അത്രയ്ക്ക് അങ്ങ് പറയാനൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫ് ഈ ഒരു സാധനത്തിൽ കിട്ടും. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു നല്ല ബെസ്റ്റ് ലുക്കുള്ള സ്മാർട്ട് വാച്ച് നോക്കുന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ വരണമെന്നുണ്ടെങ്കിൽ, പിന്നെ ഇതിൽ 100+ സ്പോർട്സ് മോഡ്സ് ഒക്കെ ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്, ഗെയിമുണ്ട്, പിന്നെ ഒരുപാട് വാച്ച് ഫേസസ് വരുന്നുണ്ട്. ഇതൊരു നല്ല ലുക്കുള്ള സ്മാർട്ട് വാച്ച് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് AMOLED ഡിസ്പ്ലേ ഇല്ല. പിന്നെ ഈ ക്രൗൺ കണ്ടു കഴിഞ്ഞാൽ വർക്കിംഗ് ആണെന്ന് തോന്നും, പക്ഷേ വർക്കിംഗ് ക്രൗൺ അല്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ പക്ഷം ഒരു നല്ല സ്മാർട്ട് വാച്ചാണ്. സോ 1500 രൂപയ്ക്ക് എടുക്കണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കളയണ്ട, ഒരു നല്ല സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ടെക് വീഡിയോസിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ.